പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമൊരുക്കി അയോധ്യ. രാംപഥിലൂടെയുള്ള പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ ഒത്തുകൂടിയത് പതിനായിരങ്ങൾ. റോഡ് ഷോയ്ക്ക് ശേഷം അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം തന്നെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം ഇന്ന് തുടക്കം കുറിക്കും. അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. നിലവിലെ സ്റ്റേഷന് സമീപം ഒന്നാം ഘട്ടമായി നിർമ്മിച്ച പുതിയ സ്റ്റേഷനാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ ഇതിനോടൊപ്പം തന്നെ 2 അമൃത് ഭാരത് ട്രെയിനുകളും 6 വന്ദേ ഭാരത് എക്സ്പ്രസുകളും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുകയുമുണ്ടായി. രാജ്യത്തെ ആദ്യ അമൃത് ഭാരത് ട്രെയിനാണ് ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഗൗതം അനന്തനാരായൺ ചേരുന്നുണ്ട് അയോധ്യയിൽ നിന്ന്. ഗൗതം, അല്പസമയത്തിനകം ഇനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി വാഹനമാർഗം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം വാഹനമാർഗം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിമാനത്താവളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും. ഇനിയും ശേഷിക്കുന്ന ചടങ്ങ് അതാണ്. അവിടെയാണ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി ഇനിയും നിർവഹിക്കാനിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും 8 ട്രെയിനുകളുടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2 അമൃത ഭാരതും അതോടൊപ്പം തന്നെ 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടന കർമ്മവും അയോധ്യയുമായി ബന്ധപ്പെട്ട പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ചില പദ്ധതികളും മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. ഇനിയും നേരെ അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് മറ്റ് പദ്ധതികൾ, ദശരഥ മെഡിക്കൽ കോളേജ്, അതോടൊപ്പം തന്നെ അയോധ്യയിലെ നവീകരിച്ച 4 അല്പം സമയം മുമ്പ് ഉദ്ഘാടനം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമാണ്. എന്തായാലും 3 പ്ലാറ്റ്ഫോമുകളടക്കം ഈ വിമാനത്താവള ടെർമിനലുകൾക്ക് സമാനമായ സൗകര്യങ്ങളാണ് ഈ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന പ്രത്യേകതയുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യയിലെ എല്ലാ വികസന പദ്ധതികൾക്കും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ഇനി റെയിൽവേ സ്റ്റേഷനിലെ നാടിന് സമർപ്പിച്ച അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനിലെ വിശേഷങ്ങളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ലിഫ്റ്റുകളുണ്ട്, എസ്കലേറ്ററുകളുണ്ട്, ഫുഡ് പ്ലാസകൾ, മാത്രമല്ല പൂജാ ആവശ്യങ്ങൾക്കുള്ള കടകൾ, ക്ലോക്ക് റൂമുകൾ, ശിശുപരിപാലന മുറികൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ആരോഗ്യ പരിപാലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങൾ എല്ലാം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ആകെ 1 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള സ്റ്റേഷനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ ഈ വിമാനത്താവളത്തിൽ എപ്രകാരമാണോ ഉള്ളത് സമാനമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഗൗതം, തുടരാം. Just about a particular caste within the Hindu religion and its hierarchy. So when we look at these visuals, it's about that celebration that we are seeing. The contemplation of the Brahman. ഗൗതമിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും ഈ ചിത്രങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നത് പോലെ തന്നെ രാജ്യത്തിൻ്റെ ആദ്യ അമൃത് ഭാരത് ട്രെയിൻ കൂടി നാടിന് സമർപ്പിക്കുകയുണ്ടായി പ്രധാനമന്ത്രി. 2 അമൃത് ഭാരത് ട്രെയിനുകളാണ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ ആവർത്തിച്ച് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ദർഭംഗ, അയോധ്യ, അതോടൊപ്പം തന്നെ ഡൽഹി എത്തുന്ന ഒരു അമൃത് ഭാരത് ട്രെയിന്, മറ്റൊന്ന് മാൾഡ മുതൽ ബംഗളൂരു വരെ യാത്ര ചെയ്യുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്. ഇവ രണ്ടുമാണ് ഇന്ന് നാടിന് സമർപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ 6 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി ഇന്ന് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുകയുണ്ടായി. ഗൗതം, തുടരാം. ഇപ്പോൾ ലതാ മങ്കേഷ്കർ ചൗക്കിന്റെ പരിസരത്തേക്ക് രാംപഥിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ലതാ മങ്കേഷ്കർ ചൗക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ലതാ മങ്കേഷ്കർ ചൗക്കിൽ പ്രധാനമന്ത്രി ഒരുപക്ഷെ പുഷ്പാർച്ചന നടത്തിയേക്കാം. അതിനുശേഷമാണ് പിന്നീട് ധർമ്മപത് പാതയിലൂടെ അദ്ദേഹം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ഇനിയും ഏവരും ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്കാണ്. ദശരഥ മെഡിക്കൽ കോളേജും ശ്രീ
വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും സംസാരിക്കാൻ പോകുന്നത്. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. അയോധ്യയിൽ നിന്നുള്ള ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് കൂടാതെയാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വിജയിപ്പിക്കുന്നതിനായി കൂടി ജനങ്ങൾ ഒത്തുകൂടിയത്. അങ്ങനെ ആകെ ഉത്സവാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിനിടയിലൂടെയാണ് പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ അതേ ആകൃതിയിലുള്ള സ്റ്റേഷൻ 3 നിലകളിലായാണ് അയോധ്യ ഡാം എന്ന വിമാനത്താവളത്തിന് സമാനമായ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. എന്തായാലും ഇനിയും അടുത്തത് വിമാനത്താവളമാണ്. വിമാനത്താവളം ഏതാണ്ട് ഭാരതത്തിലെ തന്നെ 149ാമത് വിമാനത്താവളം. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊൻതൂവലാണ്. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിലിരുന്ന സർക്കാരുകൾ, നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് നിർമ്മിച്ചത് കേവലം 74 വിമാനത്താവളമാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ 9 വർഷം കൊണ്ട് 75 വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ രാജ്യത്തെ ആകെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം ഇന്നിപ്പോൾ അയോധ്യയിൽ ഉദ്ഘാടനം ചെയ്യുന്ന മഹർഷി വാൽമീകി വിമാനത്താവളം കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ 149 ആകുന്നു. വരുന്ന 5 വർഷം കൊണ്ട് 2030 ആകുമ്പോഴേക്കും ഭാരതത്തിൽ 200 വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചത്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളവും ഭാരതത്തിലെ ഏറ്റവും അധികം വിമാനത്താവളമുള്ള സംസ്ഥാനമാണ്. 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. ഉത്തർപ്രദേശിൽ ആകെ 20ഓളം വിമാനത്താവളങ്ങൾ നിലവിലുണ്ട്. പക്ഷെ അത് പലതും നിർജീവമാണ്. പലയിടത്തും റൺവേകളും മാത്രമേ ഉള്ളൂ. മറ്റ് അന്താരാഷ്ട്ര തലത്തിൽ വിമാനത്താവളങ്ങൾ പലപ്പോഴും അത് ആ രീതിയിൽ ഉപയോഗിക്കാറില്ല. എന്തായാലും ഇന്നിപ്പോൾ 5ാമത് അന്താരാഷ്ട്ര വിമാനത്താവളം UP-യിലേത് അത് അയോധ്യയിലാണ്. വരുന്ന 2 മാസത്തിനകം വിവിധ വിമാനത്താവളങ്ങൾ കൂടി നിർമ്മാണം പൂർത്തിയാക്കി UP-യിൽ ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിക്കുമെന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഏതായാലും വിവിധ മേഖലകളിൽ വികസന കുതിപ്പ് തുടരുന്ന മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട്, കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടും മുൻ സർക്കാരുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കാരണം വിമാനത്താവളങ്ങളുടെ എണ്ണം തന്നെ അതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ്. ഇനിയും അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിമാനത്താവളം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. നേരത്തെ അയോധ്യയിലേക്ക് തീർത്ഥാടകർക്ക് എത്താനുള്ള 2 മാർഗം എന്നത് റെയിൽ മാർഗവും വാഹന മാർഗവുമായിരുന്നു. അത് തന്നെ നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഒരു വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു അയോധ്യ ജംഗ്ഷൻ എന്നത്. പക്ഷേ അതിപ്പോൾ മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളങ്ങളോട് കടപിടിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വന്നു. പുതിയ ട്രെയിനുകൾ വന്നു. അത്യാധുനിക അമൃത് ഭാരത് ട്രെയിൻ ഉൾപ്പെടെ അയോധ്യയിൽ ടച്ച് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. അതിന്റെ കന്യായാത്ര തന്നെ ഇവിടെ നിന്ന് ആരംഭിച്ചു. ഇത് കൂടാതെ വിമാനം മാർഗവും ഇനിയും വിവിധ നഗരങ്ങളിൽ നിന്നും തീർത്ഥാടകർക്ക് ഇവിടേക്ക് എത്താം. പ്രത്യേകിച്ച് ഇന്ന് തന്നെ എയർ ഇന്ത്യ ഡൽഹിയിലേക്ക് ആദ്യ യാത്ര നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഡിഗോ ഉൾപ്പെടെയുള്ള കമ്പനികൾ അയോധ്യയിലേക്ക് ഭാരതത്തിലെ വിവിധ നഗരങ്ങളിൽ നിന്നും, രാജ്യ തലസ്ഥാനമായ ഡൽഹി, വാണിജ്യ തലസ്ഥാനമായ മുംബൈ, കൊൽക്കത്ത, ദക്ഷിണ ഭാരതത്തിലെ ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സർവീസ് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്.